ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 25ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ പല പേരൻസിനും മക്കളെന്നൊക്കെ പറയുമ്പോൾ പൊന്നോമനയാണ്, പൊന്മുട്ടയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒയ്യൂരിൻ്റെ പൊന്നോമന ഞാൻ കാണാനിടയായത്. ആദ്യം കമൻറ്റ് സെക്ഷനിൽ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സൂപ്പറായിട്ടുണ്ടേ. അപ്പം എനിക്ക് മനസ്സിലായത് സൂപ്പറാണെന്ന്. സ്മോക്കിംഗ് ആൻഡ് ആൽക്കോഹോൾ ഫ്രണ്ട്സിന് ദൈവത്തിന് നന്ദിയോ എന്റെ ദൈവമേ. നന്ദി താങ്ക്സ് എന്ന് പറഞ്ഞതാ. കഥ, തിരക്കഥ, ലൊക്കേഷൻ, അണിയറ പ്രവർത്തനങ്ങളെല്ലാം മനോഹരമായ അഭിനയങ്ങളോട് നന്ദി ബാല ആക്ടർ. ദിസ് ഈസ് റാങ്ക്. നിരവധി പാവങ്ങളുടെ കണ്ണീറൊപ്പി അനുഗ്രഹീത കൊലാകാരൻ, ഞങ്ങളെല്ലാം പ്രിയങ്കരനായ ബാലച്ചേട്ടൻ. എനിക്ക് മനസ്സിലായി ഈ കണ്ണീരൊപ്പുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒപ്പിക്കൊടുക്കൂ. എന്റെ മോനെ, ഇതാ സാറ് തന്നെ. എന്റെ ഷോർട്ട് ഫിലിമിനൊപ്പം ആദ്യം മുതൽ അവസാനം വരെ കൂടെ വന്ന ഫിലിമായിട്ട് നമ്മൾ നല്ല ചുമയുള്ളതല്ലേ, സ്കൂളിൽ ചെന്ന് തണുത്ത വെള്ളം ഒന്നും കുടിക്കരുതേ. സാറേ, എന്റെ മോളുടെ വിവാഹമാണ്. എന്റെ ഭർത്താവ് മരിച്ചു പോയതാ. എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എന്നതാടേത്? ഞങ്ങൾ മീൻ പിടിക്കാൻ നേരത്ത് ചൂണ്ടയിലും മറ്റേ വിര കൊളുത്തി ഇടും. കുറച്ച് മീൻ വന്നേച്ചു. സാറേ, എന്റെ മോളുടെ വിവാഹമാണ്. എന്റെ ഭർത്താവ് മരിച്ചു പോയതാ. എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും കൊടുക്കട്ടോ. ഇവിടെ ഒന്നുമില്ല. അപമാനിച്ചു കിട്ടു. സ്കൂൾ ബസ് എന്നും ഇവിടെ വരുമോ? സ്കൂൾ ബസ് ഇവിടെ വരില്ല, മെയിൻ റോഡിലാ വരിക. സ്കൂൾ ബസ് ഇവിടെ വരില്ല, മെയിൻ റോഡിലാ വരിക. എല്ലാ ദിവസവും കൊണ്ടാക്കുമല്ലേ? ചേട്ടന് നേരത്തെ പോയത് കാരണോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയത്. എന്തെങ്കിലും തന്ന് സഹായിക്കണം. തന്നിട്ടുണ്ട്, പൊക്കോ. ആ ശരി, നിക്ക് നോക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി ചേച്ചി. ശരി ശരി. മക്കളെ, ഞാനും വരുന്നുണ്ട്. ഇവരുടെ കൂടെ ഞാനും പുറത്തു പോകണേ. എനിക്കൊരു ബുക്ക് മേടിക്കാനാ. പോയിട്ട് നമ്മുടെ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിലെ കല്യാണ ചേട്ടൻ. ശരി ശരി, പോയിട്ടോ മക്കളെ. ചേട്ടൻ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ റിയാക്ഷനിലെ കല്യാണത്തിലുള്ള എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഹായ് മോളെ. ആന്റി അറിയോ മോന്? കൺട്രോൾ ജോക്കുട്ട, കൺട്രോൾ. ഞാനൊന്ന് കൺട്രോൾ ചെയ്തിരിക്കട്ടെ. രാവിലെ വീട്ടിൽ വന്ന ആന്റി അല്ലേ? ഈ ലെറ്റർ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. ആഞ്ജനേയ സ്വാമി. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അച്ചോടാ, പോട്ടെ, സാരമില്ല. നീ എന്താ പറഞ്ഞേ? ഇങ്ങനെയൊന്നും അല്ല റിയൽ ആയിട്ട് കേട്ടോ. എനിക്കെന്റെ കുട്ടികളെ കാണണം. കുഴപ്പമില്ല, ട്രൈ ചെയ്തിട്ടുണ്ട്. വിളിച്ചോ നീ? നീ വിളിക്കേ. വിളിച്ചിട്ടുണ്ട്. കുട്ടികളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എന്താ പറ്റിയേ? ബഡ്ജറ്റ് വിട്ടൊരു കളിയില്ല കേട്ടോ ഇവർക്ക്. സാധാരണ പോലീസ് എന്ന് പറഞ്ഞ വീട്ടിൽ അന്വേഷിക്കാൻ പറ്റത്തില്ല. SIക്ക് മേളിലെ റാങ്കുള്ളവരൊക്കെ ഇവരുടെ വീട്ടിൽ വരത്തുള്ളൂ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എവിടെ വെച്ചാന്നറിയോ? വടക്കേ വളവിൽ വെച്ച്. അവരെ കണ്ടാ തിരിച്ചറിയോ? അറിയാം. കാറിലേക്ക് കുട്ടികളെ വലിച്ചേറ്റി കൊണ്ടുപോയവരെ കണ്ടാൽ തിരിച്ചറിയാമോ? അറിയാം. ഒരു സ്ത്രീയാണ്. അവരെ എത്ര പേരുണ്ടായിരുന്നു? കാറിന്റെ നിറം വല്ലതും അറിയാമോ? നീലക്കാറാണ്. കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതന്നെ സാറേ, കല്യാണക്കുറി വലുതാണോ? സമാധാനിക്കും, വിഷമിക്കാതിരിക്കും. എന്തു പറ്റിയടാ? ട്യൂഷന് പോണ വഴിക്ക് കാറി വന്ന 4 സംഘം എന്നെ അടിച്ച് താഴെയിട്ട് പിള്ളേരെ കൊണ്ട് കടന്നളഞ്ഞു. നമ്മുടെ മക്കള് കണ്ണീരില്ല, എന്നാലും കുഴപ്പമില്ല.
സാർ സാർ ഇവിടെ ഉണ്ടല്ലേ. സാറുള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. DAG ഹിയർ. പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? നമസ്കാരം സാർ, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സാർ. സാറൊരു കൊമ്പസ്രാവ് തന്നെ. ഇത് നിങ്ങൾ ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. മുഖ്യമന്ത്രി എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. ഇതിപ്പോ കറക്റ്റ് മുഖ്യമന്ത്രി സംസാരിക്കുന്നവർ തന്നെ. കുട്ടികളെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരുന്നതാണ്. വിരട്ടലും വിലപേശലൊന്നും ഞങ്ങളുടെ പാർട്ടിയോട് വേണ്ട. കൂട്ടത്തിൽ പ്രതിപക്ഷവും. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ കുട്ടികളെ കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തല തൊപ്പി കാണില്ല. വേറെ വല്ല പണിയും നോക്കിക്കോ. ഓക്കെ സാർ. ഇവർക്ക് ചെറിയ ഇടപാടുകളൊന്നുമില്ല. IPS ടു കമ്മീഷണർ ആ റേഞ്ചിലാണ് ഇവർ പിടിക്കുന്നത്. ഹലോ സർ. കമ്മീഷണറാണ്. കേരള പോലീസിന്റെ ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നു. എന്താ ഈ കേസിന്റെ അന്വേഷണം? ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് സർ. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നോ? കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മനസ്സിലായോ? നോക്കി വായിക്കണോ? ഭയങ്കര ഡിലേ ഉണ്ട് കേട്ടോ. CM-ഉം DGP-യും പത്രക്കാരും പ്രതിപക്ഷ നേതാവും ഒക്കെ എന്നെ ഇവിടെ കടത്തിപ്പറപ്പിക്കുന്നില്ല. എത്രയും വേഗം പ്രതികളെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതിനാന്ന് പറഞ്ഞാണ് ആ ചേച്ചി ഇരിക്കുന്നത്. മനസ്സിലായി സർ. ഇവിടെ പറയാണ്ടൊക്കെ ഡയലോഗ് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ പ്രതികളെ കണ്ടുപിടിച്ചിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആക്കിയിട്ടുണ്ട് മനസ്സിൽ നിന്ന്. പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ആളെ വിളിക്കും. ചന്ദ്ര മാഡം, കമ്മീഷണർ സാർ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് 15 മണിക്കൂറായി. അഭിനയം തിരുവനന്തപുരത്തേക്ക്, ഡബിങ് ലഡാക്കിലേക്ക്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് 15 മണിക്കൂറായി. ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. തലവേദന കേസാണ് മാഡം. 4 ദിവസത്തേക്കും ടീമിനെ അയച്ചിട്ടുണ്ട്. ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ മാഡം. ഓക്കെ. അയ്യോ സാറേ, എനിക്കറിയില്ല സാറേ, എനിക്കറിയില്ല. എനിക്കറിയില്ല. അറിയില്ലല്ലേ? അറിയില്ല. അറിയില്ല സാറേ, അറിയില്ല സാറേ. സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. എനിക്കൊന്നും അറിയില്ല സാറേ. അടിക്കില്ല സാറേ. സാറേ ഇത് നല്ല ഐഡിയ കേട്ടോ. സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. അടിക്കില്ല സാറേ. സാറേ നിങ്ങളെയൊക്കെ പറപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല സാറേ, അറിയില്ല. എന്നാ ഇത് വെച്ച് വല്ല ഇടിക്ക്. കുട്ടികളെ അയപ്പിച്ചിട്ട് അവര് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതാ. കൂട്ടുകാരും. എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല സാർ. എന്റെ വിട് സാർ, എന്നെ വിട് സാർ. എനിക്കറിയില്ല. എന്നെ വിട് സാറേ. വിട് സാറേ. ഹലോ, ഞാൻ SI ചന്ദ്രകുമാറാണ്. നിങ്ങളുടെ കാണാതായ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. ബെഡ്റൂമിനടുത്തുള്ള ആ 2 നില വീട്ടിനടുത്തേക്ക് വരൂ. ശരി സാർ, ഇപ്പൊ വരാം സാർ, ഇപ്പൊ വരാം. ഫോണിൽ ചുമ്മാ വാൾപേപ്പർ വെച്ച് ഞങ്ങളെ പറ്റിക്കോ കള്ളൻ. മഴ നല്ല കനത്താ പെയ്യുന്ന കേട്ടോ. എടാ, നിന്റെ കൂടെയുള്ള ആൾക്കാർ മറ്റുള്ളവന്മാരൊക്കെ എവിടെടാ? നിന്നെ പിന്നെ കണ്ടോളാം ഞാൻ. അതാരാ? നിന്നെ പിന്നെ കണ്ടോളാം ഞാൻ. എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. കയ്യില് നല്ല കുരുത്തക്കേടാ. പിന്നെങ്ങനെയാ? ഹലോ. നാച്ചുറൽ ആയിട്ടുണ്ട് കേട്ടോ. സർ വരണം, ഇരിക്കണം സർ. താങ്ക് യു. ഇരിക്കും സാർ. സൂപ്പറായിട്ടുണ്ടേ. അന്നത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? മീനിന്റെ വില തീറ്റ തുടങ്ങി. അന്ന് ഇയാളല്ലേ കൂടെ ഉണ്ടായിരുന്നത്, സ്കൂളിൽ പോകാൻ കുട്ടികളുടെ കൂടെ? ട്യൂഷന് പോകുന്ന വഴിയിൽ വടക്കേ വളവിൽ വെച്ച് ഒരു സ്ത്രീ അടക്കം 4 പേര് വന്ന് എന്നെ തട്ടി താഴെട്ടിട്ട് അവര് പിള്ളേരെ കൊണ്ട് പോയി. മക്കളെ, നിങ്ങളെ പിടിച്ചോണ്ടുപോയവരെ കണ്ട തിരിച്ചറിയാമോ? ആ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു മോളെ? 4 പേരുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ടുപോയ കാറിന്റെ നിറം അറിയാമോ? ബ്ലൂ. സാറേ, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചായിരുന്നു? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാനുള്ള എല്ലാം ചെയ്യുന്നു. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ശരി. ശരി. ശരി സാർ. ക്ഷമിക്കണം സാർ. സാറിനെ കടമണിക്ക് 2 സെല്യൂട്ട് തരാൻ തോന്നുന്നു. സാറൊരു സംഭവ. ഒന്ന് പോയപ്പോ അടുത്ത് തോന്നുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു സാർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. കുത്തും കോമയൊക്കെ ഉപയോഗിച്ച് വായിക്കടേ. 1 മണിക്കൂറിനുള്ളിൽ പ്രതികൾ പിടിക്കപ്പെടും. മക്കളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ എന്നാ? അത്രേ ഉള്ളോ? ശരി സർ. ഇതിനാണോ വന്നിരുന്നേ? ഓക്കെ എന്നാ? ഇത് മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നവരെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ പറയാൻ സമയമില്ല. ശരി സാർ. കഴിഞ്ഞ റിയാക്ഷനിൽ അതേ ഗുണ്ടകൾ തന്നെ. ഹാവ് ബ്യൂട്ടിഫുൾ പ്യൂപ്പിൾസ്.
സ്പ്ലിറ്റ് കളിക്കുമല്ല, ഞാനും ഉണ്ട്. Come on. ഡോറൊന്നും ലോക്ക് ചെയ്തിട്ടില്ല ആരും. എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഞാനൊക്കെ പിന്നെ ഈ പ്രതികളെ ഞങ്ങളുടെ മുന്നിലേക്കൊന്ന് ഇറക്കി വിടാമോ? ഞങ്ങളെ കാണിക്കാതെ ഒരു കാരണവശാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കൊണ്ടുപോകത്തില്ല. ചേട്ടനെ കാണിക്കാതെ ഒരു നിമിഷം പോലും. ഞങ്ങൾക്കും പ്രതികളെ കാണണം. എന്തിനാ ചേട്ടാ? ഞങ്ങൾക്ക് പ്രതികളെ കാണണം. കണ്ടൊരു മൊത്തം കൊടുക്കാനും തോന്നുന്നുണ്ട്. കാണിച്ചില്ലെങ്കിൽ ഈ ഗേറ്റ് അടിച്ചു പൊട്ടിച്ച് നമ്മൾ അകത്ത് കയറി പ്രതികളെ കാണും. എടാ ഇത് പ്രതിയാടേ, അത് പ്രതിഭയല്ല. പ്രതികളെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിനെ കാണാൻ വന്നിരിക്കണ പോലെ ഇരിക്കണം. എന്താണ് ഇവിടെ സംഭവിക്കണത്? എല്ലാവരുടെയും പ്രശ്നം എല്ലാവരുടെയും പ്രശ്നം എന്താണ്? അടിയല്ല ഇടിയല്ല എന്തായിരുന്നാലും ഞങ്ങൾ കൊള്ളാൻ തന്നെയാണ് തയ്യാറായി വന്നിരിക്കുന്നത്. ഓക്കെ, പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ എന്നറിയില്ലല്ലോ. എല്ലാവരും ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനൊരു പോംവഴി നാം ഉടനെ കണ്ടുപിടിച്ച് തന്നെ ആകണം. ഞങ്ങളെ കാണിക്കാതെ പ്രതികളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടണമെന്നല്ലേ? എന്റെ പള്ളി. മാതൃകാപരമായ ശിക്ഷ കിട്ടണം. രാത്രി ആയാലും പകലായാലും പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്തിനാണ് ബാലച്ചട്ടൻ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയെന്ന്. ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യരക്തം. കേരള പോലീസിന് അഭിവാദ്യങ്ങൾ. ഇനിയും നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ട്യൂഷന് പോകണം, കളിക്കാൻ പോകണം. ഓക്കെ, അവരും കളിച്ചു വളരണം. അതിനവർക്ക് നല്ല സുരക്ഷിതത്വം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, എന്നിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത്. ഇനി ഒരു കുട്ടിക്കും ഈ കേരളത്തിൽ നിന്നല്ല ഒരു സ്ഥലത്തും ഉണ്ടാകരുത്. വില കൊള്ളാലോ, നാണമില്ല ദാരമേ. എന്നെ സംഭവം എന്നാ കല്യാണ ചടങ്ങാ? ഞാനുണ്ട്. അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ ഞങ്ങൾ തല്ലി കൊല്ലും. ഇയാളെ ഞാൻ ചേട്ടൻ പറ, ചേട്ടന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. അത്രയ്ക്ക് വിഷമമുണ്ട് ഞങ്ങൾക്ക്. ഇവളാള് കൊള്ളാലോ. ഇവളുടെ മുഖം ഒന്ന് കാണട്ടെ. ഇവളുടെ മുഖം ഒന്ന് കാണട്ടെ. നല്ല കാമായിട്ട് നിന്നുകൊണ്ട് എങ്ങനെയല്ല ആ ചേട്ടൻ അത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ഇവളുടെ മുഖം മൂടി മാറ്റി ഞങ്ങളൊന്ന് കാണിക്കപ്പെടാ. എനിക്കത് പറ്റണില്ല. ആരാണ് പോകേണ്ടെന്ന് നോക്കാം. ഇവളേത് ഞങ്ങളെ കൈ കിട്ടിയ ഞങ്ങൾ അടിച്ചു കൊല്ലും. ഞാനൊന്നും പറയണില്ല. ഇവിടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം. അത് ചേച്ചി വന്ന് പറഞ്ഞായിരുന്നു. ഇതിപ്പോ റിപ്പീറ്റ് അടിക്കാൻ ആരാ പറഞ്ഞ? ഡയറക്ടറാണോ? കേരളത്തിലെ 3.5 കോടി ജനങ്ങളും വീക്ഷിക്കുന്ന ഒരു വിഷയമാണിത്. അവരുടെ എല്ലാവരുടെയും വീട്ടുകളിൽ കുട്ടികളൊക്കെ ഉള്ളതാ. പ്രതികളെ കണ്ടു, അവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതില് വിഷമമുണ്ട്. ചേട്ടൻ മാന്യനാണ്. അവരെ കണ്ണാടിയിലെ ചേട്ടനെപ്പറ സംസാരിക്കുന്നു. അവരെ പ്രതികളെ പിടിച്ചതിൽ സന്തോഷം. പ്രതികൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ പ്രതികളെ കൈ കിട്ടിയാൽ ഞങ്ങളും തല തല്ലി പൊളിക്കുന്നതായിരിക്കും. മാന്യനാണ്. താങ്കൾ മാന്യനാണ്. വിവരങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ സാർ? കുട്ടികളെ വെട്ട് റോഡിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനിതാകുമാരിയെ കണ്ടു കിട്ടിയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് പോലീസ് നീങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിഫോം മാറ്റി കളിക്കുവാണോ? സാറേ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? റിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി 4 ഫോണൊക്കെ കൊണ്ടുവന്ന് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം പണം കൈക്കലാക്കുക എന്നുള്ളതാണ്. സാറേ, എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ? 24 മണിക്കൂറായി സംസാരം തുടങ്ങിയിട്ട്. അത് തന്നെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിലാണ് സംസാരിക്കുന്നത്. ഓരോ സെന്റൻസും 5 മിനിറ്റ് ഗ്യാപ്പിലാണ് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാ? 10 ലക്ഷം രൂപയാണ് ഇവരെ കുട്ടികളെ വിട്ടുകിട്ടുന്നതിനായിട്ട് ആവശ്യപ്പെട്ടത്. അനിതയെ പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് അതിനുള്ള
അന്വേഷണം തുടരുന്നതാണ്. ശരി. എൻ്റെ പൊന്നോമനെ. ഇനി ഷോർട്ട് ഫിലിം നമുക്ക് വിലയിരുത്താം. നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷെ അവരുടെ ഡയറക്ഷൻ അതുപോലെ തന്നെ ഡബ്ബിങ് കൂടെ ഉണ്ടായിരുന്നത് സ്കൂളിൽ പോകാൻ കുട്ടികളുടെ കൂടെ എപ്പോഴത്തെയും പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വൻ പരാജയമായി പോയി. ഹായ് മോളെ. എപ്പോഴും പോലീസായിട്ടിരിക്കുന്നവർ എപ്പോഴും പോലീസായിട്ടും എപ്പോഴും കള്ളന്മാരായിട്ടിരിക്കുന്നവർ എപ്പോഴും കള്ളന്മാരായിട്ടിരിക്കുന്ന പഴയ ക്ലീശ സാധനങ്ങൾ ഇവിടെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഈ സാറിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം സംസാരിക്കാൻ പോലും കുത്തും കോമയൊക്കെ വിടാണ്ടാണ് സംസാരിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ഇവരെ കുട്ടികളെ കറക്റ്റായിട്ടുള്ള ഒരു ഗ്യാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ പ്രതികൾ പിടിക്കപ്പെടും. പിന്നെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. സൂപ്പറാണേ. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.